അച്ഛാ കാലത്ത് തന്നെ വെള്ളയിട്ട് കയ്യിലൊരു മാവിൻ തയ്യായിട്ട് പാലേട്ടെല്ലാം നെടുപിടിയോണം കളിച്ചത് എങ്ങടാ മൂകാമ്പയേക്ക് വല്ലാണോ? ദൈവമേ, ആ റിയാസ് ഖാനും കൂട്ടിൽ വന്ന് ഇതെന്നെ തല്ലും. എനിക്ക് വയ്യ. റിയാസ് ഖാന് എടാ കൊച്ചുവായി വലിയ വർത്താനം പറയാനായിട്ട് നിങ്ങളുടെ ഉദ്ദേശം എന്നാ പറഞ്ഞു? എടാ ഇത് മാവൻ തൈ ഞാൻ ഇവിടെ നടാനായിട്ട് എടുത്തോണ്ട് വന്നത്. ഞാൻ വളർത്തി വലുതാക്കി എങ്ങനെയാ പോലുള്ള മാവ്, അതുപോലെ പ്ലാവ്, നമ്മുടെ ചക്ക, കാച്ചില്, ചേമ്പ്, ഇതുപോലുള്ള എല്ലാ സാധനവും നട്ട് ഇപ്പൊ പുതിയതായിട്ട് ആന്തൂറിയ കൃഷി നടത്തിയാണ് ഞാൻ നിന്നെ വളർത്തിയെടുത്തത്. എന്റെ പൊന്നച്ച, അച്ഛൻ ഇതേപോലെ നട്ട് ഏതെങ്കിലും ഒരു വിത്ത് ഇന്നേ വരെ ഗുണം പിടിച്ചിട്ടുണ്ടോ? അപ്പൊ നീ സ്വന്തമായിട്ട് അത് സമ്മതിച്ചതല്ലോ. എടാ ഞാൻ നട്ടതിൽ ഇതായിട്ട് പോയിട്ടുള്ള ഒരേ ഒരു ഐറ്റം നീ മാത്രമേ ഉള്ളൂ. അതെങ്ങനെ പോവാതിരിക്കും? എന്റെ അച്ഛാ, കപ്പ കുത്തിയ കാച്ചില് മുളക്കില്ല. അല്ല ഈ മത്തം കുത്തിയ കുമ്പളം മുളക്കില്ല, അങ്ങനെയല്ലായിരുന്നു? അതെല്ലാരും പറഞ്ഞു ഓവർ യൂസ്ഡ് അല്ലേ, ചുമ്മാ വെറൈറ്റിക്ക് മാറ്റി പിടിച്ചല്ലേ. എടാ ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ മക്കളെ, നീ ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 10ാം ക്ലാസ്സില്. നീ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയായിട്ട് നിനക്കകത്ത് പോയി ബുക്കൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ട് ഏതെങ്കിലും ഗ്രൗണ്ടിൽ പോയി കളിച്ചൂടെ? എന്റെ ദൈവമേ, ഇങ്ങനൊരു അച്ഛനെ ഞാൻ ആദ്യമായിട്ട് കാണാം. സാധാരണ അച്ഛന്മാര് പറയണ ബുക്ക് എടുത്ത് വച്ചിട്ട് പഠിക്കാനാ പറയണേ. ഇത് പറയാ ബുക്ക് എടുത്ത് അകത്ത് വെച്ചിട്ട് കളിക്കാൻ പാടില്ല. എടാ മക്കളെ, അത് സംഭവം എന്താണെന്നറിയാമോ? നീ എന്തായാലും പഠിച്ചു മാർക്ക് മേടിക്കത്തില്ല എന്നുള്ള കാര്യം അച്ഛൻ അറിയാം. അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ പഠിച്ച് പുസ്തകം പഠിച്ച് ഞാൻ പാസ്സായിക്കോളാം. എന്തോ പുസ്തകം പഠിച്ച് ഞാൻ പാസ്സായിക്കോളാം? പുസ്തകം പഠിച്ച് പാസ്സായിക്കോളാം. സ്വന്തം അച്ഛന്റെ പേര് വിക്രമം പിള്ളേന്ന് എഴുതാൻ പറഞ്ഞപ്പോഴത്തേക്കും വികാരമാണ് പിള്ളേന്ന് എഴുതി വെച്ചവനാണ് അവൻ. എന്നിട്ടാണ് അവൻ പഠിച്ച് ചെയ്തോണ്ടാക്കാനായിട്ട് പോണത്. അച്ഛന്റെ ഈ ഫേസ്ബുക്ക് കോമഡി എന്ന് നിർത്തണോ അന്നേ ഈ കുടുംബം ഗുണം പിടിക്കുള്ളൂ. മക്കളെ, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? നീ പഠിച്ചു മാർക്ക് മേടിക്കത്തില്ല. നീ വല്ല സ്പോർട്സിലും ചേർന്ന് സംസ്ഥാന കായികമേളയിൽ പങ്കെടുത്ത് കഴിയുവാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. അങ്ങനെ ഗ്രേസ് മാർക്ക് കിട്ടി കഴിയുവാണെന്നുണ്ടെങ്കിൽ നിനക്ക് നല്ല ജോലി കിട്ടുവാടാ. നീ അത് മനസ്സിലാക്കണം. എനിക്ക് വേണ്ട സ്പോർട്സ്, വേണ്ട സ്പോർട്സ്, വേണ്ട സ്പോർട്സ്, വേണ്ട. എന്റെ മക്കളെ സ്പോർട്സിൽ വലിയ ആളാക്കണം എന്ന് അച്ഛന്റെ വലിയ ആഗ്രഹമാണ്. പറ്റിയ ആളായി പറയണേ. ഇതും പറഞ്ഞുകൊണ്ട് ചേച്ചീനെ 2 വർഷക്കാലം തേരാ പാലിട്ട് രാവും പകലും 2 ഓടിക്കായിരുന്നു. അവസാനം കൂടെ ഓടിക്കേണ്ടത് ഒരുത്തന്റെ കൂടെ പോയിട്ട് 2 വർഷമായി. എവിടെ പോയത് വരെ ഇതവരെ ഒരു അറിവില്ല. അവളെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുവല്ലേ? ഇപ്പോഴും ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുവല്ലേ? എടാ പരുന്നകാലം പോയാൽ പോട്ടത് വെക്കണം. എനിക്ക് അതിനകത്തൊരു കുഴപ്പമില്ല. എടാ മക്കളെ, ഞാൻ പറയട്ടെ, ഈ സ്പോർട്സ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഇതായിട്ടുള്ള ഒരു സംഭവമാണ്. മക്കൾ സ്പോർട്സിൽ ഇറക്കണം. അതുകൊണ്ട് തന്നെ മോനെ സ്പോർട്സിലേക്ക് ഒരു കോച്ചിങ് തരാനായിട്ട് ഞാനൊരു കോച്ചിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തും. എടാ നീ അങ്ങനെ പറയരുത്. എടാ നമ്മൾ നല്ല ഇതാക്കണം, നമ്മൾ നല്ല എനർജറ്റിക് ആയി ഇരിക്കണ്ടടാ. അപ്പൊ നമ്മൾ സ്പോർട്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ ഓടണം, ചാടണം. ഇപ്പൊ തന്നെ മോന്റെ അവസ്ഥ എടുക്കുക എന്താണ്? മോന് പോഷകാഹാരത്തിന്റെ കുറവുണ്ട്. എനിക്ക് മോഷണാഹാരം വേണ്ട. മോഷണാഹാരം എനിക്ക് വേണ്ട. എടാ മോഷണാഹാരം എന്നാണോ ഞാൻ പറഞ്ഞത്? നിനക്ക് പോഷകാഹാരത്തിന്റെ കുറവുണ്ടെന്ന്. പാല് കുടിക്കുന്നുണ്ട്, മറ്റേ പിന്നെ താറാമുട്ട, കോഴി, ഇതൊന്നും അല്ല കഴിക്കേണ്ടത്. മക്കളെ, നമ്മുടെ വീട്ടില് അച്ഛൻ വളർത്തുന്ന യമു ഇട്ട മുട്ട അച്ഛൻ നിനക്ക് വേണ്ടി എടുത്തു വെച്ചിട്ട് ഇത് വേണമോ കഴിക്കാനായിട്ട്? അച്ഛാ, യമുവിന്റെ മുട്ട എനിക്ക് വേണ്ട. ഇതുകൊണ്ട് പോണ വഴിക്കൊക്കെ ഞാൻ തട്ടി വീട് കഴിഞ്ഞ യമു വിചാരിക്കും മുട്ട വിരിച്ചുണ്ടായ കുഞ്ഞാവയാണ്. വേണ്ട. നീ വേണ്ടെങ്കിൽ വേണ്ട മോനെ. പക്ഷെ മോനെ, നീ എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പോർട്സ് എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് ഒരുപാട് ശ്രദ്ധിക്കണോടാ. ശ്രദ്ധിക്കാം. മോനെ സ്പോർട്സിൽ പഠിപ്പിക്കാനായിട്ടാണല്ലോ സാർ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ സാറ് വരാൻ നേരത്ത് മോന് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടെ ഇരിക്കണം. പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തോണം. ചെയ്യുമല്ലോ. എന്നാ മോനൊരു കാര്യം, അകത്ത് പോയി റെഡി ആയിട്ട് മാഷ് വരാൻ നേരത്ത് റെഡി ആയിട്ട് നിൽക്കണം. പൊക്കോ. ഇന്ന് നമുക്ക് ഉച്ചക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ എന്താണെന്ന് അറിയാമോ? മുരിങ്ങയിലക്കറി. അന്റെ ടച്ച് വെട്ടാനായിട്ട് KCB നാള് വന്നേക്കും. സുഹൃത്തെ, ഞാൻ KCB ടച്ച് വെട്ടാൻ വന്ന ആളല്ല. വിളിച്ചു പറഞ്ഞില്ലായിരുന്നു മറ്റേ ഇവിടെ മോൻ എന്തൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു? പോൾവാട്ടിന്റെ കോച്ചാണല്ലേ? കാട്ടറമ്മ് പൊക്കിയാന്തോ അല്ല, പിന്നെ പറഞ്ഞ കോച്ച്. അതെ അതെ അതെ. അല്ല, ഇതെന്താ ഈ മുഖത്തൊരു പാടെന്താണ്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ അടിച്ച. എന്നോട് എന്തെങ്കിലും കണ്ണന്തിരിവ് പറഞ്ഞാൽ മാത്രമേ ഞാൻ അടിക്കാറുള്ളൂ, അല്ലാതെ ഞാൻ വേറൊരാളെ തല്ലാറില്ല. താൻ അടിക്കുന്ന കാര്യമല്ല പറഞ്ഞാൽ താൻ അതായത് സൂര്യപ്രകാശം അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്പോർട്സ് കാരണങ്ങളെല്ലാം കൂടെ വാരി തേക്കാറുണ്ട്. എന്താണ് പേര്? ദേവസ്യ. പിന്നെ ഒരു അച്ഛനായോണ്ട് പറയുകയാണ്, എന്റെ മോനെ സ്പോർട്സിൽ അത് നമ്മുടെ സംസ്ഥാന കായികമേളയിൽ പങ്കെടുപ്പിക്കണം എന്നുള്ള വലിയ ആഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇതിനു മുമ്പ് എവിടെയെങ്കിലും ആരെങ്കിലും പരിശീലിപ്പിച്ചല്ലോ അനുഭവം ഉണ്ടോ? കേരളോത്സവം ഒന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കിടക്കൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ കിടക്ക് സാധനം വരുന്നു. അന്നാ ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി അത് പറയാൻ പറ്റില്ല, കാരണം അതിന്റെ അത് കഴിഞ്ഞു. ആ ഫ്ലോ അങ്ങ് പോയി.
അത് പോട്ടെ, ഇനി അത് വിട്. ഇനി അതിൽ പിടിച്ച് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെ അടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ടോ? ഒരു തവണ അടിച്ച് ഇങ്ങനെ തെറിച്ച് കിടന്നായിരുന്നു. അതോ നിങ്ങൾ വെള്ളം അടിച്ച് എവിടെയെങ്കിലും പോയി കിടന്നേണ്ട കാര്യമല്ലേ ചോദിച്ചത്? പ്രൈസും കാര്യങ്ങളൊക്കെ താങ്കൾക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടെന്ന്. പിന്നെ നമ്മളെ വീടിനടുത്തുള്ള പയ്യന്മാർക്കൊക്കെ ഞാനല്ലേ കപ്പെടുത്ത് കൊടുക്കണത്. വൈറ്റാട്ടിയാണ്. അല്ല, ഈ കുടിക്കണ കപ്പെടുത്ത് കൊടുക്കണ കാര്യമല്ല പറഞ്ഞത്. ട്രോഫി പിന്നെ ഞാനല്ലേ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ അത്രയ്ക്ക് മിടുക്കനല്ലേ ഞാൻ. 1992 തോന്നുന്നു ആദ്യമായിട്ട് കേരളോത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആണല്ലേ? അന്ന് ഞാൻ എന്റെ പഞ്ചായത്തിൽ നിന്ന് 49 സീറ്റുള്ള ഒരു ബസ്സാണ് ബുക്ക് ചെയ്തത്. നിർഭാഗ്യവശാൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നൊരു സംഭവം ഉണ്ടായി. എന്ത് പറ്റി? എന്നെ വണ്ടി കയറ്റിയില്ല. എനിക്കൊരു ശീലമുണ്ട്. ഞാൻ ഈ പുതിയ സീറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് സ്പോഞ്ച് ഇരിക്കുന്ന കടിച്ചു പറിച്ച് തിന്നളയും. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. നാവായിക്കുളം പഞ്ചായത്ത് കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ കിടക്ക് ഒരു സാധനം ഉണ്ടായിരുന്നു. പറയണ്ടേ അത്? അല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി അത് പറയാൻ പറ്റത്തില്ല. അത് ചളിച്ചോ? പിന്നെ അതിന് പറഞ്ഞിരുന്ന നേരത്തെ ആയിരുന്നെങ്കിൽ അത് പറയായിരുന്നു. എന്റെ ആ ഫ്ലോ അങ്ങ് പോയി. കഷ്ടപ്പാടുന്ന സാധനം. രണ്ട് സാധനം ഞാൻ തന്നെ കൊണ്ട് കളഞ്ഞു. നിങ്ങൾ കിടക്ക് സാധനം ഇല്ലായിരുന്നു. രണ്ടും അത്യാവശ്യം എന്താണെന്ന് അറിഞ്ഞൂടെ? ഈ ഇടയായിട്ട് എനിക്ക് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. ഉള്ള സാധനങ്ങൾ മൊത്തം ഞാനായിട്ട് തന്നെ കൊണ്ട് കളഞ്ഞോണ്ടിരിക്കുക. എന്റെ മോനായിട്ട് പറയല്ല. അവനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടെ? വിളിക്കും, ചെറുതിനെ വിളിക്കും. പെട്ടെന്ന് സമയമില്ല. മോനെ, കബഡി. കബഡിയാ? എന്റെ മോന്റെ പേര് കബഡി എന്നാണ്. കബഡി എന്നൊക്കെ പേരിടോ? അതായത് എനിക്ക് ഈ സ്പോർട്സിനോട് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിയാണ് കബഡി. അതുകൊണ്ടൊരു കുഞ്ഞുണ്ടായപ്പോൾ ഞാൻ പിന്നെ കബഡി എന്ന് പേരിട്ടു. ഒരു കാര്യം, നിങ്ങൾക്ക് ഹോക്കി ഇഷ്ടപ്പെടാത്തത് കാര്യമായി കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങളുടെ മോന്റെ കൂട്ടുകാരൻ അവനെ കൂട്ടത്തിരുന്ന് ഹോക്കിയാനെ. മനസ്സിലായി മക്കളെ. മോനെ ഇങ്ങോട്ട് വാ. മോനെ കോച്ചിങ് പഠിപ്പിക്കാനായിട്ട് ഒരാൾ വരും എന്ന് പറഞ്ഞില്ലേ? വാ നിൽക്കുന്ന ആളാണ് ദേവസ്ത്രീ. പിന്നെ എന്തായിരുന്നു പേര് പറഞ്ഞു? ദേവസ്യ. അങ്കിളിനെ മനസ്സിലായോ? ദേവസ്യ. അപ്പൊ ഇതാണ് എന്റെ ഒരേ ഒരു മോൻ. എന്റെ മോനായോണ്ട് പറയല്ല, ഇതുപോലെ കുരുത്തക്കെട്ട ചെറുക്കം പറയില്ല. പറയുന്ന ഒരു സാധനം കേൾക്കത്തില്ല. ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും, അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. അമ്മാവിന് ചെറുക്കനാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഇവനെ സ്പോർട്സിൽ പോൾ വാട്ടിൽ വേണം ഇവനെ സെറ്റാക്കി എടുക്കാൻ. അത് കുഴപ്പമൊന്നുമില്ല. അല്ല, ഈ പോൾ വാട്ടിന് കൊണ്ടുവന്നാണ് ഈ മോള. അല്ല, ഇതും കൊണ്ട് നമുക്ക് അവിടെ മീറ്റിന് പോകാനായിട്ട് പറ്റത്തില്ല. എന്താ? അല്ല, അവിടുത്തെ സംഭവം എന്ന് പറയുന്ന നേരത്ത് അവിടെ മറ്റേ ഒറിജിനൽ ആയിട്ടുള്ള പോൾ വേണം. അല്ലാതെ ഈ മുളയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരല്ലേ, ഞാൻ പോയി വെട്ടിക്കൊണ്ടുവന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലെ പിള്ളേർക്ക് ഇപ്പൊ ഇത് മേടിച്ചു കൊടുക്കാൻ ആരുമില്ല. പക്ഷെ മെസ്സിയെ കൊണ്ടുവരാനായിട്ട് 1200 കോടി കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കേരളോത്സവം കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇല്ലെന്ന് പറയണം. ഇല്ലെന്ന് പറഞ്ഞ കിടക്കൊരു സാധനം ഉണ്ടായിരുന്നു. നീ എന്തോ പണ്ടത്തരമാണ് ഈ കാണുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടില്ലെന്ന് പറയണായിരുന്നു. പിന്നെ ഞാൻ കേട്ടിട്ടില്ല. നല്ലൊരു സാധനമായിരുന്നു. എനിക്കും അത് കേൾക്കാൻ പറ്റില്ല. ഇനി പറയാൻ നേരത്ത് കേൾക്കാന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇനി അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷെ അവനൊരു അബദ്ധം പറ്റിയത് അവൻ അറിയാതെ പറ്റിപ്പോയതാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാം അതെന്താണ് ആ സാധനം എന്നുള്ളത്. അതെന്താണെന്നുള്ള ഒരു വെമ്പല്. പക്ഷെ അത് കഴിഞ്ഞു. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കാരണം പിള്ളേരടുത്ത് പറയണം, അച്ഛൻ്റെ അടുത്ത് പറയുന്നത് അച്ഛൻ്റെ അടുത്ത് പറയണം. അല്ലാതെ അത് പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കേസല്ല. നല്ല സാധനം വരുന്നത് അത് പോയി. അത് 3 എണ്ണം ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് പോയി. നോ പ്രോബ്ലം. മോനെ, ഒരു കാര്യം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോ നമുക്ക് ആദ്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് പുട്ട്. അവന് ഷോർട്ട് പുട്ട്, എനിക്ക് ഇത്തിരി ലോങ് പുട്ട് വേണം. കാരണം അവന്റെ ഇത് വെച്ചിട്ട് അവന് ഷോർട്ട് പുട്ട് ഓക്കെയാണ്, എനിക്ക് ലോങ് പുട്ട്. അവൻ കടല കൂട്ടി കഴിക്കും, ഞാൻ പഴവുമായിട്ട്. എന്റെ പൊന്നു പഴമേ, തിന്നണ പുട്ടിന്റെ കാര്യമല്ല പറഞ്ഞ ഇരുമ്പ് ഉരുക്ക് സാധനം എടുത്തെറിയുന്നതാണ് ഷോർട്ട് പുട്ട് എന്ന് പറയുന്ന സാധനം. ഇരുമ്പായിരുന്ന പിന്നല്ലാതെ പഴവ് കൂട്ടി കഴിച്ചേ. തുടങ്ങാം. നമുക്ക് ആദ്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ സാറേ, ഞാൻ ഈ സ്പോർട്സ് ചെയ്യാനൊരു വികുമുത കാരണം എന്നാ അറിയാമോ? എനിക്കൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാലിന്റെ ലിഗ്മെന്റിന് ചെറിയ പ്രശ്നം. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. കാല് പെട്ടെന്ന് എനിക്കും ഉണ്ടാവില്ല. ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ നിനക്ക് അതിനുള്ള സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇത് വെച്ച് മടക്കി ഈ സാധനമല്ലേ, ഈ സാധനം വെച്ചിട്ട് നമ്മൾ കണ്ട ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു അങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ മുട്ട അനങ്ങൂല. മക്കളെ കൊണ്ട് അടക്കണം വരിട് കേട്ട്. ഈ സാധനം ഞാൻ ചുറ്റാനാ? എന്റെ സാറ് ചുറ്റിക്കഴിഞ്ഞ സാറിന്റെ മുട്ട് വരെ കറക്റ്റ് ആയിട്ട് നിൽക്കും. ഞാനത് ഇവിടുന്ന് ചുറ്റി ഇവിടെ വരുമ്പോണ്ടല്ലോ കഴുത്തിലിങ്ങനെ പെടലിൽ കുരിയും കിടക്കും. ആൾക്കാർ പറയല്ലേ ഈജിപ്തിലെ മമ്മിയുടെ ഫിഗർ പോണേന്ന്. അപ്പൊ നീ ചുറ്റണ്ട, ഇത് വേഗം നീ അത് ആവശ്യമില്ലാത്ത കാര്യം. അപ്പൊ നമുക്ക് അടുത്ത സംഭവത്തിലേക്ക് പോകാം. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ബോക്സിംഗ് ആണ്. ഇടി ഇഷ്ടമാണോ? ഇടി ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിലൊക്കെ ഇടി വിടോ? പിന്നെ അപ്പൊ ബോക്സിങ്ങിനുള്ള സംഭവം ഞാൻ ആദ്യം പഠിപ്പിച്ചു തരാൻ മോനെ കേട്ടാ. ഇതെന്താണ്? അത് ഉണങ്ങുമ്പോ തലയ്ക്ക് വെച്ച് കിടക്കാനുള്ള സാധനം. അത് നിനക്ക് അതല്ല, ഇത് കയ്യിലോട്ട് ഇടാനുള്ള സാധനം. ഈ കയ്യിലോട്ട് ഇട്. വീടൊക്കെ സാധനം അങ്ങോട്ട് ഇട്ടാണ് നിന്നെ ഫസ്റ്റ് പഠിപ്പിക്കാൻ പോണ. ഈ ഐറ്റമാണ് നിന്നെ പഠിപ്പിക്കാൻ പോണത്. കൊണ്ടുവന്നേണ്. അപ്പൊ നമ്മള് ഫസ്റ്റ് ഐറ്റം നമ്മുടെ മുഖത്തിന് ഇടിക്കാൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പഞ്ച് ചെയ്യണം, ഇങ്ങനെ പഞ്ച് ചെയ്യണം. എന്നിട്ട് മാത്രമേ നമുക്ക് ആ സാധനങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. നിവരാൻ പറ്റില്ല.
നിവരാൻ പറ്റണില്ല. പറ്റണില്ലേ? ഇല്ല. ഇല്ലാത്ത കാര്യം അതും കൂടെ ഒരു അപ്പൊ നിനക്ക് ഇത് പറ്റൂല. അപ്പൊ ഈ സംഭവം നമുക്ക് വേണ്ട, ഇതാണ് കട്ട് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്യാം. ഈ ഐറ്റം നമുക്ക് വേണ്ട. നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് ചെയ്യാം. ഓൾ വാട്ട്. ഓക്കെ, ഇതാണ് നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്ന കേട്ടോ. ഈ സാധനത്തിലാണ് നമ്മൾ കുത്തി ചാടാൻ പോണം. അതിലാണ് പിടിച്ചോണ്ട് നോക്കിയോ. ഇത് ഇങ്ങനെ നമ്മൾ പിടിച്ച് ഇവിടെ നിങ്ങൾ ചാടി അക്കരെ കരയെ പോകും. ഇതാണ് നമ്മൾ. ഇത് ഇങ്ങനെ പിടിച്ചോണ്ട് പോകണം. ഞാൻ പിടിച്ചോണ്ട് പോകണം. പിടിച്ചോണ്ട് പോ. ഇതോ വാ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ആ സൈഡിലും കയറി പോയി കിടന്നോ. എടാ നിന്നെ ഇങ്ങനെ വലിച്ചോണ്ട് പോകാനാണ് അത്. പിന്നെ ഞാൻ ഇങ്ങനെ പോരി എടുത്ത് അങ്ങ് ചാടി കളയും കേട്ടോ. എന്താ ചെയ്യേണ്ടത്? എടാ ഇങ്ങനെ പിടിച്ചിട്ട് തണ്ട ഇങ്ങനെ ഓടിക്കോണ്ട് വന്ന് എടുത്ത് ചാടിയാണ് പോകാനുള്ളത്. ഓ ഞാൻ ഹെൽപ്പ് ചെയ്തോളാം, കുഴപ്പമില്ല. ചെറുക്കൻ സാറിനിടയ്ക്ക് എന്തെങ്കിലും കുസൃതി കാണിച്ചോ എന്തോന്ന് എനിക്ക് അറിയത്തില്ല. പറയാനുണ്ട് സാറേ, എന്റെ മോൻ എന്തെങ്കിലും കുസൃതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എന്താ ഒന്നുമില്ല, സംഭവം അടിപൊളിയായിരുന്നു. അടിപൊളിയാണല്ലേ? പിന്നെ എന്റെ മോനായതുകൊണ്ട് പറയല്ല, നല്ല മിടുക്കൻ ചെറുക്കനാണ്. എന്തോ ഈ ഇലവഴിഞ്ഞിപ്പുഴ എവിടെയാണ് ചെന്ന് കയറണത്? ഇലവഴിഞ്ഞിപ്പുഴ അറബിക്കടലിൽ ആണോ? അങ്ങനെയാണെങ്കിൽ ഭാരതപ്പുഴ എവിടെയാണ് കയറണം? ഭാരതപ്പുഴ അറബിക്കടലിലോട്ടാണ്. ആണല്ലേ? ഈ വീട്ടിന്റെ അടുത്തുകൂടെ പോകുന്ന ആറ് എവിടെ ചെന്ന് കയറണത്? അത് പിറവോ ആറ്. അത് നമ്മുടെ ഡാമിൽ ചെന്ന് അവിടെ വെച്ച് സ്റ്റക്കാണ്, അവിടെ വെച്ച് നിന്നു. തന്നെ? എന്നാ അതുവരെ ഒന്ന് പോകേണ്ടി വരും. അതിന് അങ്ങോട്ട് പോണേ? മോൻ ചെറുതായിട്ടൊന്ന് ചാടി ആറ്റി വീണ്. ചെറുതായിട്ട് ചാടിയപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല, മോൻ സേഫാണ്. എന്റെ ദൈവമേ, എന്റെ ചെറുക്കൻ ആറ്റിനകത്ത് വീണെന്ന്. നിങ്ങൾ ആദ്യം അവനെ നീന്തൽ പഠിപ്പിക്കേണ്ട കാര്യമില്ല, പഠിച്ചു കഴിഞ്ഞു. നീന്തൽ പഠിപ്പിക്കേണ്ടത് എന്തോ വർത്തമാനാണ് പറയുന്നത്. എന്റെ ചെറുക്കൻ ആറ്റിനകത്തോട്ട് പോയതോ? എടാ അതിന് താരം ആദ്യം എന്തിനാണോ വന്ന് ഇലവലിപ്പുഴയുടെ അതുപോലെ തന്നെ അറബിക്കടലിലും മറ്റേ ഇതിന്റെയൊക്കെ കാര്യം എന്നോട് പറഞ്ഞില്ല. ഞാൻ ഓടിക്കൊണ്ട് നിങ്ങളെ ആറ്റി വീണെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് നൈസിന് ആദ്യം ഒന്ന് ഇട്ടതല്ലേ.